രാത്രി ഡ്യൂട്ടിക്ക് പോയപ്പം ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞാട്ടോ. എന്നാലും അമ്മ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടെന്താ രാവിലെ കഴിച്ചിട്ട് നേരത്തെ വയനാട്ടിലേക്ക് ഇറങ്ങിട്ടോ. സമയം 8 മണിയായിട്ടുള്ളൂ. ലക്കിടിയിലെ കാഴ്ച കേട്ടോ. മുന്നിൽ വരുന്ന വണ്ടി അടുത്തെത്തുമ്പോൾ മാത്രമേ കാണുള്ളേ. സൈഡിലേക്ക് പണിക്കാരെ കൊണ്ടുപോയതാട്ടോ ഞാൻ. തിരിച്ചു വരുന്ന വഴിക്കും ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. നല്ല കോടയാണേ. അങ്ങനെ വണ്ടി സൈഡാക്കിയതാ. വണ്ടിയുടെ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോഴേക്കും മഴ തുടങ്ങിയേ. മഴ തുടങ്ങിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ഇവിടെ കോഴിനെ കൊണ്ടുവന്ന വണ്ടിയാണ്. രണ്ടാളിതാ അതും ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നത്തേം പോലെ അജിത്തേട്ടനെ കൂട്ടി സൈറ്റിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി തന്നെ കേട്ടോ പോകുന്നത്. അജിത്തേട്ടൻ ഇപ്പം ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ സാധനമൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ. മുക്കത്തെത്തിയപ്പോൾ കൊണ്ടുവന്ന സാധനം സൈറ്റിലേക്ക് ഇറക്കി വെച്ചിട്ട് വൈകുന്നേരം ആയപ്പം സ്ഥിരം പരിപാടി ഉണ്ടാണ്. ചെക്കന്മാരെയും കൂട്ടി നേരെ ചായ കുടിക്കാൻ കേട്ടോ. അവരിതാ വിങ്സും ചായയൊക്കെ കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രാത്രി ആയപ്പോൾ എൻ്റെ സ്ഥിരം ഭക്ഷണമായിട്ടുള്ള ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും അതുപോലെ മമ്പയറും കഴിച്ചിരിക്കുമ്പോഴാണ് കോഴിക്കോട് പോയാലോന്ന് ചോദിച്ചിട്ട് സായിൻ്റെ വിളി. അവനൊന്ന് കോഴിക്കോട് ഇറക്കണം. പിന്നെ അവൻ്റെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ എടുത്തിട്ട് നേരെ ചെക്കന്മാരെയും കൂട്ടി നേരെ പോയി. അവന് 3 മണിക്കാണ് ട്രെയിൻ കേട്ടോ. അങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ബീച്ചിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വരാനായപ്പോൾ അവനെ മെല്ലെ റെയിൽവേ സ്റ്റേഷനിൽ തട്ടി ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോന്നു കേട്ടോ.